വെസ്റ്റിബുലാർ സിസ്റ്റം നമ്മുടെ ബോഡിയുടെ ബാലൻസ് ആണ് വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഫങ്ഷൻസ്. സോ ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ഹൗ അവർ ബോഡി ഈസ് മൂവിങ്, ഇൻ വിച്ച് സ്പീഡ് അവർ ബോഡി ഈസ് മൂവിങ്. നമ്മുടെ കുട്ടികൾ എപ്പോഴും ചില സമയങ്ങളിൽ കൺട്രോൾ ഇല്ലാതെ ഓടി നടക്കുമ്പം ഒരുപാട് സ്വിങ്ങിങ് ആഗ്രഹിക്കുമ്പോൾ, സോ ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അവരുടെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. സോ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് ബോഡി മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു സമയത്താണ് നമ്മുടെ കുട്ടികൾ എപ്പോഴും ഒരുപാട് ഇങ്ങനെ ഓടി നടക്കുന്നത്, അവർ വട്ടത്തിൽ കുറേ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സ്വിങ്ങിങ് ആഗ്രഹിക്കുന്നത്, കൺട്രോൾ ഇല്ലാതെ എല്ലാ ഓപ്പൺ സ്പേസിലും, എസ്പെഷ്യലി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ കണ്ടു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ആയിക്കോട്ടെ, എല്ലായിടത്തും ഓടി നടക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. പ്രോപ്രിയോസെപ്റ്റീവ് സിസ്റ്റം നമ്മുടെ ഓരോ ജോയിൻസിലും നമ്മുടെ മസിൽ ബെല്ലിയിലും പ്രോപ്രിയോസെപ്റ്റീവ്സ് പ്രസൻ്റ് ആണ്. ഇതെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളൊരു ആപ്പിൾ പിടിക്കും പോലെ ആയിരിക്കില്ല നമ്മളൊരു ഡംബൽ പിടിക്കുന്നുണ്ടായിരിക്കുക. രണ്ടിൻ്റെയും പവറിൽ തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ടല്ലേ. സോ അതുപോലെ തന്നെയായിരിക്കും നമ്മളെപ്പോഴും പേരൻസ് നമ്മളോട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ ഒരുപാട് ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നു, അവർ ചില സമയത്ത് നമ്മളെ പുഷ് ചെയ്യുന്നതിൽ, അവർ പേന പിടിക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് പേന പിടിച്ചെഴുതുന്നു, ഒരുപാട് പവർ യൂസ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ പവർ യൂസ് ചെയ്യേണ്ട സമയത്ത് അവരൊട്ടും ബലം കൊടുക്കുന്നില്ല, അവിടെ പവറേ കാണിക്കുന്നില്ല, അവരൊരു കവർ പോലും കറക്റ്റ് അതിൻ്റെ രീതിയിൽ എടുക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്ത് നമ്മുടെ പ്രോപ്രിയോസെപ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ബ്രെയിനിലേക്ക് മെസ്സേജുകൾ പോകുന്നില്ലായിരിക്കാം. ചില സമയങ്ങളിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് വയലൻ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്സിൻ്റെ സോഴ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ ചില വസ്തുക്കൾ കാണുമ്പോഴെല്ലാം അവർ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കാറുണ്ട്. അതിൻ്റെ റീസൺ ആ ഒരു സമയത്ത് അവർ പെർസീവ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് മാനറിലാണ്, അല്ലെങ്കിൽ അവരുടെ വിഷ്വൽ സിസ്റ്റം ആ ഒരു സമയത്ത് ആ ഒരു ഇൻപുട്ടിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കെല്ലാവർക്കും അത് സേഫായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക ആ സിറ്റുവേഷൻസ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അതൊരു അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടായിരിക്കും അവരത് പെർസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം. എപ്പോഴും നമ്മൾ കാണാറുണ്ട് കുട്ടികൾ ഒരുപാട് ചെവി പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നു. കുക്കറിൻ്റെ വിസിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് ആയിക്കോട്ടെ, കുറച്ച് ആൾക്കാർ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്നായിരിക്കും നമ്മുടെ കുട്ടികൾ വയലൻസ് കാണിക്കുന്നുണ്ടാവുക. ഈ ഒരു സമയത്തെല്ലാം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കാണിക്കാൻ കാരണം അവരുടെ ഓഡിറ്ററി സിസ്റ്റം ആ ഒരു ഇൻപുട്ടിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം എനിക്ക് പുറത്തൂടെ പോകുന്ന ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കാം, അത് റോഡിൽ കൂടെയാണ് പോകുന്നത്, അതല്ലെങ്കിൽ അതങ്ങ് ദൂരത്താണ് എന്നുള്ളത് എനിക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ ഒരു സൗണ്ട്, അതൊരു വാക്വമിൻ്റെ ആണ്, അല്ലെങ്കിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൗണ്ട്, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ സൗണ്ട് നമ്മുടെ കുട്ടികൾ പെർസീവ് ചെയ്യുന്നത് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അത് അത്രയും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും അവർക്ക് ഒരു ലൈഫ് ത്രെട്ടനിങ് അല്ലെങ്കിൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. സോ ഓഫ് കോഴ്സ് അവർ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് മൂവ് ചെയ്യും.